വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അവിഹിതം എന്ന പ്രസ്ഥാനത്തെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, ഒപ്പോസ് ചെയ്യുന്നവരുണ്ടാവും, പലതരത്തിലുള്ള ആളുകളുണ്ടാവും. പക്ഷെ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താന്നുള്ളത് കമന്റ് ചെയ്യാനുള്ള ധൈര്യമുള്ളവര് ഒന്ന് കമന്റ് ചെയ്യുക. ധൈര്യമുള്ളവർ മാത്രം മതി, അല്ല എല്ലാവരും ഒന്നും കമന്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗണേഷ് കുമാർ ഉണ്ടല്ല, KB ഗണേഷ് കുമാർ, നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി, പുള്ളിക്കാരന്റെ ഒരു കുൽസിത കേസ് പിടിച്ച് ഭയങ്കര വാർത്തയായിട്ടൊരു സീൻ ഉണ്ടായിരുന്നു. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ വീണ്ടും പറഞ്ഞുതരാം. പുള്ളിക്കാരന്റെ ഭാര്യ മറ്റേ ചാനലിൽ വിളിച്ചിട്ട് പറഞ്ഞ് പുള്ളിക്കാരൻ മറ്റൊരു സ്ത്രീയുമായിട്ട് ഡിങ്കോൾപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കയ്യോടെ തൂക്കി. അപ്പൊ ഗണേഷ് കുമാറിന്റെ കുറച്ച് ഫോട്ടോസ് എന്റെ കൈവശമുണ്ട്. അങ്ങനെ പൊക്കി എന്ന് പറഞ്ഞു. ഇതിനെ ചൊല്ലി ഗണേഷ് കുമാർ, ഞാൻ പ്രണയിച്ചതല്ലേ, ഞാൻ 5000-ലധികം ആളുകളുമായിട്ട് പ്രണയത്തിലായിരുന്നു എന്നൊക്കെ പറയുകയും പിന്നീട് ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ കാലിൽ പോയി സാഷ്ടാംഗം വീണ് പ്രണമിച്ച് മാപ്പ് പറഞ്ഞു. ഇലക്ഷൻ വരുമല്ലേ, ഇല്ല പണി പാളും. അങ്ങനെ മാപ്പ് പറഞ്ഞ് ഈ സംഭവം സെറ്റാക്കി, സെറ്റിൽമെന്റ് എല്ലാം പറഞ്ഞ ഒരു കോംപ്ലിമെന്റ്സ് ആക്കി. ഈ കോംപ്ലിമെന്റ്സ് ആക്കിയപ്പോ ഇത് ഭയങ്കര ചർച്ചയായി പല ആൾക്കാരോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കുൽസിത കേസിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. കാരണം എന്താ, ഇപ്പോ നമ്മുടെ MLA-മാര്, MP-മാര്, മന്ത്രിമാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോഴിക്കൂട്ടിലേക്ക് നോക്കുന്ന ഫീലാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുപോലെ തന്നെ ഒരു കുൽസിത കേസായി. ഈ LDF-ലെ ആൾക്കാരൊക്കെ ഓടിപ്പോയി കടയിലെ പാവയെ പൊത്തുന്നു, സ്ത്രീകളെ പൊത്തുന്നു, കോഴിയുടെ പടമുള്ള പടം പൊക്കുന്നു. എന്നാ അവരുടെ മുകേഷ് ഇതേ പരിപാടി ചെയ്ത ടീമാ. അവരുടെ ഗണേഷ് കുമാറിൽ ഈ പരിപാടി കേൾക്കുന്നുണ്ട്. അന്നേരം അത് പ്രണയമില്ലയോ? മാങ്കൂട്ടത്തിൽ ചെയ്തപ്പോ അത് അഴുക്ക സാധനം. എല്ലാം ഉടായ്പാണ്. അത് ഫസ്റ്റിലെ ബോധമുള്ളവർ മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീലക്ഷ്മി ഉണ്ടല്ലോ, നമ്മുടെ ജാസിയുടെ കൂടെ നടക്കുന്ന ശ്രീലക്ഷ്മി, പുള്ളിക്കാരി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് വരാം. അതിലേക്ക് വരുന്നതിന് മുമ്പേ ശ്രീലക്ഷ്മിയുടെ ഒരു ആൽബം ഷൂട്ട് ഇപ്പൊ നടക്കുകയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഒരു ആൽബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പുളകം കൊള്ളിപ്പിക്കുമായിരുന്നു. അതായത് അതിലെ ഒരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദരിയേ വാ പെണ്ണില്ല ബേബ ഹോ, ഈ സാധനമൊക്കെ നമ്മൾ കേട്ടോണ്ടിരുന്നേ. ഇപ്പോഴത്തെ ആൽബം എന്ന് പറഞ്ഞാൽ എന്തരടാ ഇത്? ഇപ്പോഴത്തെ ആൽബം എന്ന് പറഞ്ഞാൽ നമ്മള് നാണം കൊണ്ട് തല താഴ്ത്തി, കണ്ണുമൊത്തി തല താഴ്ത്തും. ഇതാണ് ഇപ്പോഴത്തെ ആൽബം. കുറച്ച് നാളുകൾക്ക് മുമ്പ് മലയാളം സിനിമകളെ മറ്റു ഭാഷയിലുള്ള ആൾക്കാർ കണ്ടിരുന്നത് ഒരു ഏപ്പടമായിട്ടാണ്. അതുപോലാണ് നമ്മുടെ ഇപ്പോഴത്തെ ആൽബങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് തുടക്കം ഇട്ടത് രേണുസുദ്ധിയാണ്. ഇപ്പൊ രേണുസുദ്ധിയിൽ മാറ്റി ഇത് ശ്രീലക്ഷ്മി ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് വിഷയങ്ങളിലേക്ക് വരാം. ആദ്യം നമുക്ക് നമ്മളെ നാണം കെടുത്തുന്ന, ലജ്ജിപ്പിക്കുന്ന ആൽബത്തിന്റെ ഒരു രംഗം ഷൂട്ട് ചെയ്യുന്നത് കാണാം. ഇതെങ്ങനെയാന്ന് പറയും, ഇപ്പോഴത്തെ ആൽബത്തിന്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കുൽസിതമായിട്ട് ബന്ധപ്പെട്ട ഒരു ആൽബം. ഈ ആൽബത്തിന്റെ മെയിൻ ഒരു സാധനം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ചില ശരീരഭാഗങ്ങൾ എക്സ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യുക. ഇതാണ് ഈ ആൽബത്തിലെ മെയിൻ, ഇപ്പോഴത്തെ ആൽബത്തിലെ മെയിൻ പരിപാടികൾ. ശ്രീലക്ഷ്മിയാണ് പണ്ടേ നല്ല നല്ല ഭംഗിയുള്ള ഡ്രസ്സിംഗ് ആണ്. പുള്ളിക്കാരിയുടെ ആൽബത്തിന്റെ ഒരു ഭാഗം ഞാൻ കാണിക്കാം. ഹലോ ആരാ? ഇതൊക്കെയാണ് ഇപ്പൊ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൽബങ്ങൾ എന്ന് പറയുന്നത്. ഇതിനൊക്കെ നിങ്ങൾ എന്തൊരു ആൽബം ഷൂട്ട് ചെയ്യുന്നത്? ഇത് ലക്ഷ്മി ദീപ്ത ഇതേപോലത്തെ ഒരു സാധനം ചെയ്യുന്നുണ്ടായിരുന്നു. ആ സെറ്റപ്പാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല, സത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും ഇതാണ് ഇവരുടെ ആൽബം വരുന്നത്. ഇനി നമുക്ക് മെയിൻ വിഷയത്തിലേക്ക് വരാം. ആൽബം അവിടെ നിൽക്കട്ടെ, ആൽബം ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം, സൂപ്പർ ആയിരിക്കും. KB ഗണേഷ് കുമാറിനെ കുറിച്ച് പറയുന്ന സാധനങ്ങൾ നമുക്ക് കേട്ടോ. ഭാഗമൊക്കെയാണ്. പക്ഷെ പുള്ളിയുടെ ഭാഗം നോക്കുമ്പോൾ പുള്ളിക്ക് വേറൊരു റിലേഷൻ വേണമെന്ന് തോന്നിയാൽ ആകാമല്ലോ. ആരും പിടിച്ചു വെച്ചേക്കോ, ജയിൽവാസം ഒന്നും അല്ലല്ലോ. അവരവർ ജീവിതം ഇഷ്ടമുള്ള രീതി തിരഞ്ഞെടുക്കാൻ എല്ലാവർക്കും ഇതുണ്ടല്ലോ. സ്വന്തമായിട്ട് പ്രായപൂർത്തിയായവരാണല്ലോ. അത് അവർ പ്രായപൂർത്തിയായവർക്ക് സ്വന്തം ജീവിതം എങ്ങനെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് നമ്മുടെ പുള്ളിക്കാരുടെ പേര് ശ്രീലക്ഷ്മി പറയുന്നത്. അത് ശരിയാണ്, അത് വളരെ കറക്റ്റ് ആണ്. സ്വന്തം ലൈഫ് എങ്ങനെ വേണമെങ്കിലും തീരുമാനിക്കാം. പക്ഷെ അത്രയും പ്രോഗ്രസീവ് ചിന്താഗതി ആയിരിക്കണം. ഞാൻ അത്ര പ്രോഗ്രസീവ് ചിന്താഗതിക്കാരനല്ല. ഓക്കെ, വന്നപ്പോ എല്ലാം സെറ്റ് ആയിട്ടില്ലേ? അപ്പൊ പുള്ളി മന്ത്രി ആയാലും ഒക്കെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട്, മുഖ്യമന്ത്രി ആയാലൊക്കെ എൻ്റെ ഒരു ചിന്താഗതി വെച്ചിട്ട് വിദേശ രാജ്യങ്ങൾ പോലെ ആവും നമ്മുടെ നാട്. അപ്പൊ അത് അങ്ങനെ ആവാൻ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഗണേഷ് കുമാർ വരട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. ഈ ഗണേഷ് കുമാർ വളരെ നല്ലൊരു മന്ത്രിയാണ്, ഇല്ലെന്നുള്ള ഒരു വാദമൊന്നും എനിക്കില്ല. പുള്ളി വന്നതുകൊണ്ടാണ് KSRTC-യിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായത്. പുള്ളി വന്നപ്പോൾ ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തിനുണ്ടായത് ആസ് എ മന്ത്രി. പക്ഷേ ഈ മന്ത്രി എന്ന് പറയുന്ന ആളൊരു ജനപ്രതിനിധിയാണ്. ഈ ജനപ്രതിനിധി നമുക്ക് കാണിച്ചു തരേണ്ട ഒരു മാതൃകയുണ്ട്. ഞാൻ വെറും കുൽസിതനാണെന്നുള്ള മാതൃക അല്ല കാണിക്കേണ്ടത്. അവന് കുൽസിതനാണെന്നുണ്ടെങ്കിൽ
ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിങ്ങൾ ആഞ്ഞു വിമർശിക്കുമ്പോൾ സൂക്ഷിക്കണമായിരുന്നു. ഇതുമല്ല എന്റെ പോയിന്റ്. നമ്മൾ പോയിന്റിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നേ ഉള്ളൂ. ഗണേഷ് കുമാർ, നമ്മുടെ KSRTC എന്ന് പറയുന്ന സംഭവം എത്രയോ ആൾക്കാര് സാലറി പോലും ഇല്ലാതെ കിടന്നിരുന്നു. എത്ര ആൾക്കാർ, എത്ര മന്ത്രിമാരും ഉന്നത തലത്തിൽ ചെയ്യുന്നവരൊക്കെ നിന്ന് മൂത്രം ഒഴിച്ചിട്ട് എന്തെങ്കിലും KSRTCക്ക് വേണ്ടി ഉണ്ടാക്കാൻ പറ്റിയോ? മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ KSRTCക്ക് വേണ്ടി പെട്രോൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ആ സാധനം മാത്രമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ ഓക്കെ, അത് ഫൈനാണ്. കെ.ബി. ഗണേഷ് കുമാർ മന്ത്രി എന്ന നിലയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരാളാണ്. അയാൾ കൈവച്ച മേഖലയിലെല്ലാം അയാൾ വിജയിപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇതിനൊക്കെ സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംഭവത്തിന് ഞാൻ എപ്പോഴും ഗണേശ് സാറിന് സപ്പോർട്ടാണ്. കാരണം പുള്ളി ഒരു തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്റെ ഭാര്യ ഇരിക്കെ മറ്റൊരു പെൺകുട്ടിയായിട്ട് പോയി, തെറ്റല്ലത്, അത് വളരെ ശരിയായിട്ടുള്ള സംഭവമാണ്. നിങ്ങൾ എന്തായി പറയുന്നത്? ഗണേഷ് കുമാർ ചെയ്തത് 100% ശരി. നിങ്ങൾ എല്ലാവരും ചെയ്തു. ഭാര്യ വീട്ടിലിരിക്കുമ്പോ മറ്റൊരു പെൺകുട്ടി കണ്ടുകഴിഞ്ഞാൽ, ഭർത്താവ് വീട്ടിലിരിക്കുമ്പോ മറ്റൊരു പുരുഷനെ കണ്ടുകഴിഞ്ഞാൽ, ഇത് ശരിയായിട്ടുള്ള സംഭവമാണ്. നിങ്ങൾ എന്തായി പറയുന്നത്? അത് ആവാം. അത് ഗണേഷ് കുമാറിന് മാത്രമേ ഇത് ശരിയുള്ളൂ. എനിക്ക് പുള്ളിക്കാരി കണക്ട് ആയില്ല. എനിക്ക് നാട്ടുകാരനായോണ്ട് ഞാൻ പറയല്ല, പുള്ളി തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഓരോരുത്തർ ഇഷ്ടമാണ്. ആരെ സ്നേഹിക്കണം, ആരോടെ ജീവിക്കണം, അതൊക്കെ അവരവരെ ചോദിക്കും. ഗണേഷ് കുമാറിന് കറക്റ്റാണ്, വളരെ കറക്റ്റാണ്. ആരെ സ്നേഹിക്കണം, ആരെ കെട്ടണം എന്നൊക്കെ ഉള്ളത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ്. അത് അവർക്ക് തീരുമാനിക്കാം. പക്ഷെ കെട്ടിയ ഒരു ഭാര്യയെ വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് വല്ല പെണ്ണുങ്ങളെ കാണുമ്പോ അതിന്റെ പുറകെ നാക്കും പൊളിച്ച് എന്നൊരു അടി കൊടുക്കേണ്ട സാധനമാണ് ആ ചെയ്യുന്നത്. നമുക്ക് മറ്റൊരു ഈ 2026 എന്ന് പറഞ്ഞാൽ കുൽസിതങ്ങൾ പൊക്കുന്ന വർഷമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ 26 25 എപ്പോഴോ രാഹുൽ മാങ്കൂട്ടത്തിൽ, കെ.ബി. ഗണേഷ് കുമാർ, തസ്മിന സക്കീർ, ലല്ലു, മറ്റേ മെഹനാസ്, കൂന്തപ്രാണ്ടി, കൊടപ്പച്ചറാണ്ടി എല്ലാം ഉണ്ട്. 2026 സകലമാന ആൾക്കാരുടെയും കുൽസിതങ്ങൾ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേപോലെ ഈ ഗണേഷ് കുമാറിന്റെ കുൽസിതം പൊക്കി. ഒരു ഭാര്യ ഇരിക്കെ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ഇത്തരത്തിലുള്ള ബന്ധത്തിലേക്ക് ഏർപ്പെടുന്നത് തെറ്റാണ്. ഒരു ഭർത്താവ് ഇരിക്കെ ഒരു പെണ്ണ് മറ്റൊരു പുരുഷന്മാരുടെ കൂടെ ഇത്തരത്തിലുള്ള അവിഹിത ബന്ധത്തിലേക്ക് പോയി തെറ്റാണ്. അവിഹിതം എന്ന് നമ്മൾ പറയുന്നതിന് ഹിതമല്ലാത്ത സാധനം, അവിഹിതം, അതിലേക്ക് പോകുന്നത് ശരിക്കും ശരിയായ സാധനമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ടിരിക്കുകയാണ്, നിങ്ങൾക്കിടയിൽ സെറ്റ് ആവുന്നില്ല, നിങ്ങൾക്ക് മറ്റൊരു പെൺകുട്ടിയായിട്ട് അട്രാക്ഷൻ തോന്നി, മറ്റൊരു പുരുഷനായിട്ട് അട്രാക്ഷൻ തോന്നി, നേരെ പറയാ എനിക്ക് പറ്റത്തില്ല, എനിക്ക് അമ്മ സെറ്റ് ആവത്തില്ല, അറിയാലോ, ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം, ഞാൻ അവൻ്റെ കൂടെ പോകും, നീ ഇവിടെ പോകും, നമ്മൾ നിയമപരമായിട്ട് വേറെ ചെയ്യുന്നു, സെറ്റിമസാ എവിടാന്ന് വെച്ചാൽ പൊക്കോ. ഇതിനകത്ത് പ്രശ്നം എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാനേ, ഒരു സ്ത്രീ മറ്റൊരു പുരുഷന്റെ കൂടെ പോകുന്നു. ഈ പെണ്ണിനെ കെട്ടിയ ആള് വളരെ സിൻസിയർ ആയിട്ട് ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ആ പെണ്ണിനോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ള ഒരാളാണെങ്കിൽ, തിരിച്ചും പറയട്ടോ, ഞാൻ ഒരു ആസ്പെക്ട് പറയുന്നതേ ഉള്ളൂ. അപ്പൊ അത് മറ്റൊരാളെ എങ്ങനെ അഫക്ട് ചെയ്യും? നമ്മളെ സ്നേഹിച്ചു കെട്ടി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അയാള് ഈ പ്രശ്നങ്ങളെല്ലാം അനുഭവിക്കേണ്ടതായി വരുന്നത്. ഈ പെണ്ണിന്റെ ഡ്രസ്സ് പറയുന്നില്ല, ഡോക്യുമെന്റ്സ് മുൻപൊരിക്കലും ഇതേപോലെ ഒരു അടി കിട്ടിയ ഒരു കേസ് ഉണ്ടായിരുന്നു. അടി കിട്ടിയോ? അയ്യോ, അടി കിട്ടിയോ? ഓർമ്മയില്ലല്ലോ. ഓർമ്മയില്ല, ശരി. ഇനി ഗണേഷ് കുമാർ ചെയ്തത് ശരിയാണെന്നൊരു വാദത്തോട് പുള്ളിക്കാരി പറയുന്നുണ്ടോ? അവർ കേട്ടോ, പുള്ളിക്കാരൻ ചെയ്തത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ വൈഫാണോ തെറ്റുകാരി എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും ഞാൻ വൈഫ് തെറ്റുകാരിയാന്ന് പറയും. കാരണം പുള്ളിക്കാരനാണോ തെറ്റുകാരൻ? ഒരിക്കലും അല്ല. ഭാര്യ ഇരിക്കുമ്പോ വേറൊരു പെണ്ണുമായിട്ട് പോയി. സിമ്പിൾ ഒരു കാര്യമേ പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെ ഒരു തെറ്റാണോ? പക്ഷെ ഭാര്യ ചെയ്തതാണ് തെറ്റ്. ഭാര്യ ചെയ്തത് തെറ്റെന്താണ്? ഭർത്താവ് വേറൊരു സ്ത്രീയുടെ കൂടെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടപ്പോഴത്തേന് ഇത് പുറം ലോകത്തോട് പറഞ്ഞു, ഇയാള് ഇങ്ങനെയാണ് പരിപാടി, എന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളത് പറഞ്ഞു. ഭാര്യ ചെയ്തത് തെറ്റ്. ഭാര്യ സഹിച്ച് ക്ഷമിച്ച് ഗണേഷ് കുമാറിന് വിളക്കം പിടിച്ചവിടെ ഇരിക്കണമായിരുന്നു. മനസ്സിലായോ? നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഭാര്യമാർ അങ്ങനെ വേണം ചെയ്യാൻ, അല്ലാതെ പുറത്തൊന്നും സംസാരിക്കാൻ പാടില്ല. അത് അവർക്ക് ആ ബന്ധം മോശമാണെങ്കിൽ, അല്ലെങ്കിൽ അയാൾ ഒരു വൃത്തിയിട്ടവനാണെങ്കിൽ അതിൽ നിന്നൊരു മോചനം ലഭിക്കാനേ പാടില്ല. അതാണ് ശ്രീലക്ഷ്മിയുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ എവിടെങ്കിലും ഓരോറും ഈ ഭാര്യ ബുക്ക് ചെയ്ത് കൊടുക്കണം, അവർ പോയി ആസ്വദിക്കട്ടെ. അതാണ് ഒരു ഭാര്യ ചെയ്യേണ്ടത്. ശ്രീലക്ഷ്മിയാണ് ചെയ്യുന്നത്. ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് മറ്റൊരു പെണ്ണുമായിട്ട് മോശം ബന്ധത്തിൽ ഏർപ്പെടുന്നത് താങ്കൾ കാണുമ്പോൾ ഇതൊക്കെ എന്ത് എൻജോയ് പറയുവോ? സ്നേഹമുള്ളവര് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അവരിത്ര പബ്ലിക്കായിട്ട് നിന്ന് അത് പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഭരണഘടന അനുസരിച്ച് നോക്കിയാൽ പ്രായപൂർത്തിയായ ഏതൊരു ആണിനും പെണ്ണിനും വല്ലവന്റെ വൈഫായാലും ഹസ്ബൻഡ് ആയാലും പരസ്പരം ഇഷ്ടമുണ്ടെങ്കിൽ ഒന്നിച്ച് ജീവിക്കാം, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം. അത് നിങ്ങൾ ഇത് ഏത് ഭരണഘടനയുടെ കാര്യം പറയുന്നേ? ഇന്ത്യൻ ഭരണഘടനയുടെ കാര്യം തന്നെയാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ത്യയിലാണ്, ഇവരൊക്കെ ദുബായിലും കണ്ടല്ലായിരുന്നു. എനിക്കറിയാൻ പാടില്ല. നമ്മുടെ ഭരണഘടനയിൽ അങ്ങനെ ഇല്ല. പ്രായപൂർത്തിയായിട്ടുള്ള ഏതൊരു പുരുഷനും
പ്രായപൂർത്തിയായിട്ടുള്ള ഏതൊരു പെണ്ണിന്റെ പുറകെ പോകാനുള്ള പെർമിഷൻ നമ്മുടെ നാട്ടിലില്ല. മനസ്സിലായോ? നമ്മൾ വിവാഹിതരല്ലാത്ത മറ്റൊരാളുടെ പുറകെ പോവാം. ഡിവോഴ്സ് ആണെങ്കിൽ ഡിവോഴ്സ് ആയിട്ടുള്ള പോവാം. ഭർത്താവ് ഇരിക്കെ അല്ലെങ്കിൽ ഭാര്യ ഇരിക്കെ മറ്റൊരുത്തനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ അവിഹിതം എന്ന് പറയും. ഇംഗ്ലീഷിൽ അഡൽട്ടറി എന്ന് പറയും. ഈ സാധനത്തിനെ ഡിവോഴ്സിനുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാരണമായിട്ട് വരെ നമ്മുടെ നാട്ടിൽ പരിഗണിക്കും. ഈ ബന്ധം ഇപ്പോ ഭർത്താവ് വേറൊരു പെണ്ണുമായിട്ട് കുൽസിത ബന്ധത്തിൽ ഏർപ്പെട്ടു, ഭാര്യ അതിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് കോടതിയിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഡൈവോഴ്സിനുള്ള റീസൺ ആയത്. നിങ്ങൾ പറയുന്ന പോലെ ഇന്ത്യൻ ഭരണഘടനയിൽ ഇവ ഭാര്യ ഭർത്താവ്, ഇവൻ അവന്റെ ഭാര്യയോട് പോട്ടെ, അവൻ ഇവന്റെ ഭർത്താവിനോട് പോട്ടെ, അത് അക്സെപ്റ്റബിൾ ആണെങ്കിൽ എന്തിനാണ് കോടതി അത് ഡൈവോഴ്സ് ആയിട്ട് സ്വീകരിക്കുന്നത്? ഒരു കുറച്ച് ബോധം ഇവരൊക്കെ ആയിക്കൂടെ? നിങ്ങൾ ഇത്രയും നാൾ പറഞ്ഞിരുന്ന പൊട്ടത്തരമൊക്കെ ഓക്കെ. ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയ്ക്ക് ഇന്ത്യൻ ഭരണഘടനയിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയില്ല എന്ന് പറയാൻ പാടില്ല. നമ്മളത് അറിഞ്ഞേ പറ്റൂ. നമ്മളത് അറിയാൻ ഇന്ത്യയുടെ നിയമങ്ങൾ, നമ്മൾ ഇന്ത്യയിൽ പാലിക്കേണ്ട കാര്യങ്ങൾ അറിയാൻ നമ്മൾ നിർബന്ധിതരാണ്. എന്തിനും മണ്ടത്തിലും ഈ പറയുന്നത്? ഭരണഘടന വെച്ചിട്ട് പ്രായപൂർത്തിയായ ആരുടെയും കൂടെ പോവാം. അത് ഭാര്യയിലും ഭർത്താവിലും ഒന്നും കുഴപ്പമില്ല. ഏത് ഭരണഘടനയിൽ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? നിങ്ങൾ സ്വന്തമായിട്ടല്ല ഭരണഘടന എഴുതി ഉണ്ടാക്കിയിട്ടുണ്ടോ? എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഞാൻ കണ്ട ഭരണഘടനയിൽ ഇങ്ങനൊന്നും എഴുതി വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അത് ഏത് ആർട്ടിക്കിളാണെന്ന് കൂടെ ഒന്ന് പറഞ്ഞു തരുന്ന ഉപകാരമായനെ. തെറ്റല്ല നമ്മുടെ ഈ ഭരണഘടന അനുസരിച്ച് നോക്കുമ്പോൾ. അപ്പൊ അവരാണ് തെറ്റ് ചെയ്തത്. അവര് ഹസ്ബൻഡ് വൈഫ് കൂടെ പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യം പബ്ലിക്കിൽ വന്നിട്ട് വിളിച്ചു പറഞ്ഞ് വല്ല കാര്യം ഉണ്ടായിരുന്നു? ഒരു കാര്യമില്ല. ഭാര്യയും ഭർത്താവും കൂടെ ഒരു വട്ടമേശ സമ്മേളനമൊക്കെ നടത്തി താൻ അഭിഹിതിച്ചിട്ട് വാ, ഞാൻ അഭിഹിതത്തിന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം ആണോ ചെയ്യണ്ടേ? പക്ഷെ ഇവര് പറയുന്നത് ഒരു പോയിന്റ് ഉണ്ട്. അവരുടെ കുടുംബത്തിൽ അവർക്ക് വേണേൽ തീർക്കായിരുന്നു. ഇത് പുറത്തോട്ട് പോകാതെ നമുക്ക് തീർക്കായിരുന്നു. ഈ പ്രശ്നം എന്തുകൊണ്ടാണ് ഇപ്പൊ സോൾവ് ആയത്? ഇത് സോൾവ് ആകാൻ ഒറ്റ കാരണമേ ഉള്ളൂ, ഇലക്ഷൻ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഗണേഷ് കുമാർ പോയി പണി നോക്കാൻ പറഞ്ഞേനെ. ഇലക്ഷൻ വരുന്നതുകൊണ്ട് മാത്രം ആ പ്രശ്നം സോൾവ് ആയി. ആ സോൾവ് ആയതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം ഒരു പ്രശ്നം ഉണ്ടാവാതെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെ വേർപിരിക്കാതെ പുള്ളി ആ പ്രശ്നം സോൾവ് ചെയ്തു. ഇനി ഇലക്ഷൻ വന്നുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും ഇനി ഇത് ഫ്യൂച്ചറിൽ എന്താവുമെന്ന് എനിക്കറിയത്തില്ല. ഇതിൽ കൊള്ളാടെ ഇത്രയും വിവരം കെട്ട ആൾക്കാരൊക്കെയാണല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായിട്ട് നിൽക്കുന്നത് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ബോധമില്ലായ്മ ഒരു തെറ്റല്ല, ഒരു സ്വല്പം വിവരം വേണ്ടേ? ഒത്തിരി ഒന്നും വേണ്ട, സ്വല്പം വിവരം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകൾ രേഖപ്പെടുത്തും. ബൈ.